കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് UDF-ഉം BJP-യും തമ്മിൽ നടത്തുന്ന അവിശുദ്ധ കോമാളിത്തരങ്ങളുടെ അന്തർനാടകങ്ങളാണ് VD സതീശൻ സർക്കാരിന്റെ പുതിയ നിയമനവും പിന്നാലെ ഉണ്ടായ രാജിയിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയെ പരസ്യമായി അധിക്ഷേപിക്കുകയും നരേന്ദ്രമോദിയെ വിടുവേല ചെയ്ത് സ്തുതിക്കുകയും ചെയ്ത ഒരു തീവ്ര സംഘപരിവാർ പ്രൊഫൈലിനെ ദേവസ്വം വകുപ്പിന്റെ ചരിത്രത്തിലില്ലാത്ത പ്രത്യേക പദവി നൽകി ഗവൺമെന്റ് ലീഡറാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ കാണിച്ച അമിതാവേശം കേരളത്തോടുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. അണിയറയിൽ കാവ്യപ്പടയുമായി UDF നേതൃത്വം ഉണ്ടാക്കിയ രഹസ്യധാരണകളുടെ ഒടുവിലത്തെ തെളിവാണ് ഈ ദേവസ്വം ലീഡർ നിയമന വിവാദം. തന്റെ സംഘപരിവാർ അനുകൂല നിലപാട് ഫേസ്ബുക്കിലൂടെ പരസ്യമാക്കിയ വ്യക്തിയാണ് KB പ്രദീപ്. നരേന്ദ്രമോദിയെയും BJP-യെയും BJP നേതാക്കളെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് പ്രദീപ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് പ്രദീപ് മോദിയെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ BJP അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയപ്പോഴും ഇതേ സ്തുതി തുടർന്നു. കേരളത്തിൽ BJP-യുടെ പുതിയ മുഖം വരുന്നു, എല്ലാ ആശംസകളും എന്നാണ് അന്ന് പ്രദീപ് കുറിച്ചത്. ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിലാണ് KB പ്രദീപ് പ്രതികരിച്ചത്. ഇന്ത്യയെ കൊള്ളയടിച്ച് കൊടുത്താണ് ബ്രിട്ടൻ വളർന്നത്. അത് 8 വർഷം കൊണ്ട് തിരിച്ചു പിടിച്ച അവരെ കടത്തിവെട്ടി 5ാം സ്ഥാനത്തെത്തിയ മോദിക്കെതിരെ BBC കരഞ്ഞതിൽ അത്ഭുതമില്ല. പക്ഷേ സായിപ്പിനെയും കൂട്ടുപിടിച്ച് സ്വന്തം നാടിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നത് രാഷ്ട്രീയം എന്നിങ്ങനെയായിരുന്നു അന്ന് പ്രദീപ് കുറിച്ചത്. വിവാദ നിയമത്തിൽ നാണം കെട്ട് KB പ്രദീപിനെ രാജിവെപ്പിച്ചെങ്കിലും VD സതീശന്റെ BJP ബന്ധമാണ് വീണ്ടും പുറത്തായത്. വിവാദം കത്തുകയും കോൺഗ്രസിന്റെ BJP ബന്ധം അങ്ങാടിപ്പാട്ടാവുകയും ചെയ്തതോടെ നാണം കെട്ട് KB പ്രദീപിനെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നത് VD സതീശന്റെ ആത്മരക്ഷാർത്ഥമുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. എന്നാൽ രാജിവെപ്പിച്ചത് കൊണ്ട് മാത്രം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കറ കഴുകിക്കളയാൻ UDF-ന് പറ്റില്ല. സ്വന്തം നേതാവിനെ തെരുവിൽ അധിക്ഷേപിച്ചവനെ ചുവന്ന പരവതാനി വിരിച്ച് ദേവസ്വം ബോർഡിലെ തന്ത്രപ്രധാന കേസുകൾ ഏൽപ്പിക്കാൻ ശ്രമിച്ച VD സതീശന്റെ BJP വിധേയത്വം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അട്ടിമറിക്കാനും സംഘപരിവാർ നേതാക്കളെ പ്രീതിപ്പെടുത്താനും UDF നടത്തിയ ഈ പിന്നാമ്പുറ കച്ചവടം വരും ദിവസങ്ങളിൽ സതീശൻ സർക്കാരിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നായി മാറുമെന്നതിൽ തർക്കമില്ല.